ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ കണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. റോഷി അഗസ്റ്റിനോടൊപ്പമാണ് എൻ്റെ നിലപാട് എന്ന് പറയുന്ന ജോസ് കെ മാണിയെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് പാലയിൽ നടക്കാൻ പോകുന്ന ജനകീയ സദസ്സ്, അതായത് വികസന സദസ്സ്, ആ സദസ്സിന് ശേഷമായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പാലയിൽ മത്സരിക്കും എന്നുള്ള നിലപാട് പറയാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമോ? മത്സരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? രാഹുൽ, ഈ പെട്ടുപോയി എന്ന് പറയത്തില്ലേ, എനിക്കതൊന്ന് ഊരി വരാൻ പറ്റിയില്ല എന്നൊക്കെ ചില കാര്യങ്ങളിൽ നമ്മൾ പറയും. അളിയൻ പെട്ടുപോയി, അളിയന് ഊരി വരാൻ പറ്റിയില്ല എന്നൊക്കെ നമ്മൾ നാട്ടിൻപുറത്തൊരു സംസാരമുണ്ട്. അപ്പോൾ ജോസ് കെ മാണി ഇപ്പോൾ പെട്ടിരിക്കുക. ഈ എലിപ്പത്തായത്തിൽ എലി കഴിക്കാൻ കയറിയിട്ട് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് പെട്ടുപോകും, വാലെങ്കിലും കുടുങ്ങിപ്പോവും, ബോഡി ഇങ്ങനെ പുറത്തായിരിക്കും. നമുക്ക് പണ്ട് വീടുകളിൽ എലിപ്പത്തായത്തിൽ എലിയെ പിടിക്കുമല്ലോ, അപ്പോൾ അതേപോലെ CPM കുരുക്കിയ കെണിയിൽ ജോസ് കെ മാണി വീണു. പകുതി ചാടി ഇങ്ങ് എത്തി, പക്ഷെ വാല് പെട്ടിക്കകത്ത് കുരുങ്ങിയിരിക്കുക. ഒന്നീ വാല് മുറിച്ച് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. വാല് മുറിച്ച് ചിലപ്പോൾ ജോസ് കെ മാണി ഇറങ്ങും. വാല് മുറിഞ്ഞ ജോസ് കെ മാണിയായിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ആരുടെയെങ്കിലും അടുത്ത് അഭയത്തിന് പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിൻ്റെ ഒരു ചുരുക്കെഴുത്തായിട്ട് തോന്നുന്നത്. ഇപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പാലയിൽ മത്സരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ്. കാര്യം ഒന്നുമില്ല, ഇപ്പോൾ ഈ CPM പറയുന്നത് ഞങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്ത് നിങ്ങളെ തോപ്പിച്ചു തരാം, ഇതാണ് എൻ്റെ അർത്ഥം. അല്ല, ഇതിനകത്ത് നമുക്കറിയാൻ കഴിയുന്ന LDFന്റെ വികസന സദസ്സ് കഴിഞ്ഞാൽ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും പാലയിൽ ഒരു ട്വിസ്റ്റാണ്. എങ്ങോട്ടാണ് പാല പോകുന്നത് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പറയുന്നു മാണി സി കാപ്പനെ അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല, മാണി സി കാപ്പൻ തന്നെ ആയിരിക്കും അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ശ്രുതി കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്. കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള വലിയൊരു മുന്നേറ്റം അത് നമ്മൾ കാണാതെ പോകരുത്. പാല പിടിക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനോട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു ചിന്ത കോൺഗ്രസിനുണ്ട്. പക്ഷേ മാണി സാറിൻ്റെ മകനാണ് ജോസ് കെ മാണി. ഇപ്പോൾ ആ പാർട്ടിയെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുമോ? അല്ല, നമ്മൾ ഈ മാണി സി കാപ്പനെ പറയുമ്പോഴേ മാണി സാറിൻ്റെ മകൻ്റെ കാര്യവും ഇപ്പോൾ രാഹുൽ പറഞ്ഞു. മാണി സാർ വലിയ നേതാവാണ്. ഈ പറയുന്ന പാലയിൽ അദ്ദേഹം, അല്ലെങ്കിൽ കോട്ടയത്ത് കോൺഗ്രസിനേക്കാളും, അതായത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുമ്പോൾ ഞാനാണ് വലുത്, ഞങ്ങളുടെ പാർട്ടിയാണ്, അതായത് കേരള കോൺഗ്രസ് ഞങ്ങൾ അച്ചായന്മാർ, കോട്ടയത്ത് ഞങ്ങളാ വലുതെന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് ഇടിച്ചു തിന്ന ഒരാളാണ് ആര്? ഈ മാണി സാറ്. അവർ തമ്മിൽ അതിൻ്റെ ഈഗോ ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സാർ പറയും നിങ്ങൾ പോവേ, നിങ്ങളെക്കാളൊക്കെ ഞങ്ങൾ തന്നെ കോട്ടയത്ത് ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഈ ബഹുമാനപ്പെട്ട മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ മത്സരിക്കാനായി അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന മാണി സി കാപ്പൻ ഒരിക്കലും, മാണി സി കാപ്പനെ പോലൊരു വ്യക്തി, അയാൾ കേരള രാഷ്ട്രീയത്തിൽ ആരാണ്? ഒരു സിനിമ പിടിച്ചേർന്നൊരു നിർമ്മാതാവല്ലേ. സിനിമ വാണി വിശ്വനാഥിനെ പോലെയൊക്കെയുള്ള നടികളെ കൊണ്ടുവന്ന് മലയാള സിനിമയിൽ അഭിനയിപ്പിച്ച ഒരു സാധാരണ ഒരു നിർമ്മാതാവാണ്. അപ്പം കേരള രാഷ്ട്രീയം എത്ര അധപ്പതിച്ചെന്ന് ആലോചിച്ച് നോക്കി. കേരള രാഷ്ട്രീയം അയാൾ ജനപ്രിയനായിരിക്കാം, അല്ലെങ്കിൽ മാണി സാറിൻ്റെ മണ്ഡലത്തിൽ പാലായിൽ ജയിച്ചിരിക്കുന്ന മാണി സി കാപ്പനാണ്. ആ മാണി സി കാപ്പൻ വെല്ലുവിളിക്കണ ആരെയാ? കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ CPM-നെയും കോൺഗ്രസ് കോൺഗ്രസ് വിട്ടുകൾ അവരെ കൂടെ നിൽക്കുന്ന പറയാം, CPM-നെയാണ് വെല്ലുവിളിക്കുന്നത്. അല്ലെ, ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഒരു സിനിമാ നിർമ്മാതാവാണ് അല്ലെ, അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്? അയാൾ ഒരു വേള ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ഒരാളും കൂടെയാണ് അല്ലേ. അദ്ദേഹം മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനാണെങ്കിൽ തന്നെ അദ്ദേഹം മാറുമ്പോഴും വെല്ലുവിളിക്കുന്നത് ജോസ് കെ മാണിയെ അല്ല. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് ജോസ് കെ മാണി തോറ്റുപോയാലും തോറ്റുപോകുന്നത് പിണറായി വിജയനും ഇവിടുത്തെ ഏറ്റവും വലിയ സംഘടനാ തത്വമുണ്ടെന്ന് വീരവാദം മുഴക്കുന്ന CPM-ആണ്. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലേ. അതെ, തീർച്ചയായിട്ടും. എണ്ണയിട്ട് യന്ത്രം പോലെ തോക്കാൻ പോകുന്നതിനെ ജയിപ്പിക്കുന്ന പാർട്ടിയല്ലേ CPM. നിങ്ങൾ ജയിപ്പിക്കും. അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പാല വലിയൊരു ഘടകമാണ്. പ്രസ്റ്റീജ് ഇഷ്യൂ എന്നതിനപ്പുറത്തേക്ക് സാമുദായികപരമായിട്ട് ഒരു ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത് എന്ന് വിലയിരുത്തുന്നതിൽ ഈ മധ്യ കേരളത്തിന് വലിയൊരു പങ്കുണ്ട്. തീർച്ചയായിട്ടും മധ്യ കേരളമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ആരാണ് അടുത്ത അധികാരത്തിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു അതെ, അതായത് ഒരു ക്രിസ്തീയ ബെൽറ്റാണ് ഏറ്റവും കൂടുതലും ഈ മധ്യ കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും കോട്ടയം, ഇടുക്കി ഈ മേഖലയിലൊക്കെ. അതെ, ആ മധ്യ കേരളം ആരുടെ കൂടെ നിൽക്കുന്നോ അതിനനുസരിച്ച് നിഷ്പക്ഷ വോട്ടുകളിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം. അതെ, കാലാകാലങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ച്
ആരധികാരത്തിൽ വന്നാൽ തങ്ങൾക്ക് നല്ലതായിരിക്കും, അങ്ങനെ തന്നെയാണ് അവർ നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ പ്രാക്ടിക്കലാണ്. അവിടെ BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ അവർക്കില്ല. അവരെ സംബന്ധിച്ച് ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് നേട്ടം ഉണ്ടാകും, നല്ലൊരു ഭരണമായിരിക്കും, ഇതാണ് നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് പാരമ്പര്യമായിട്ട് വരുന്ന കുറച്ച് ബെൽറ്റുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴുകി തുടങ്ങി കാസയിൽ പോയിട്ടുണ്ട്, BJP അനുകൂലവും വന്നിട്ടുണ്ട്. അതെ, അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ മധ്യമേഖലയിലെ ക്രിസ്തീയ സംഘടനകൾ അല്ലെങ്കിൽ ഈ ബെൽറ്റുകൾ ആരോടൊപ്പം നിൽക്കും, ചോദ്യമാണ്. അത് നിൽക്കുന്നതിനനുസരിച്ച് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വലിയ രീതിയിലുള്ള വോട്ടിനുള്ള മാറ്റം ഉണ്ടാകും, വോട്ട് വിഹിതം. അതായത് മധ്യമേഖലയിലെ നയങ്ങൾക്കനുസരിച്ചായിരിക്കും കേരളത്തിലെ പല മണ്ഡലങ്ങളും. നമ്മൾ വിചാരിക്കും അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്ന്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഇങ്ങനെ തുടങ്ങിയ മണ്ഡലങ്ങളിലുള്ള ക്രിസ്തീയ വോട്ടുകൾ, തീർച്ചയായിട്ടും നിഷ്പക്ഷ വോട്ടുകൾ, അതായത് ക്രിസ്തീയ വോട്ടുകൾ മാത്രമല്ല നിഷ്പക്ഷ വോട്ടുകൾ, അവരും നോക്കുന്നത് എന്താണ്, ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് നല്ലതായിരിക്കും, ഇതാണ് അവർ നോക്കുന്നത്. അപ്പൊ ഇതിനെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നൊരു സൂചികയായിട്ടാണ് പലപ്പോഴും ഈ പാല അല്ലെങ്കിൽ കോട്ടയം ഒക്കെ പലപ്പോഴും നിന്നിട്ടുള്ളത്. അപ്പോ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരോടൊപ്പം ഈ മണ്ഡലം നിൽക്കുന്നോ അതിനനുസരിച്ചായിരിക്കും കേരളത്തിൽ മധ്യ കേരളത്തിൽ അതിന്റെ കാറ്റ് വീശുന്നത്. പാല ആർക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ കോട്ടയം ആർക്കൊപ്പം നിൽക്കുന്നു. കാര്യം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തെക്കൻ അവിടുത്തെയും ഈ പറയുന്ന ഇപ്പം രാഹുൽ പറഞ്ഞ പോലെ അവിടുത്തെ വോട്ട് എങ്ങനെ ആർക്ക് പോകുന്നു അവർ തന്നെയാണ് ഈ ഭരണം നിശ്ചയിക്കുന്നത്. കാര്യം ഈ പിന്നെ ഈ കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ ലീഗിന് കുറച്ച് സീറ്റുണ്ട്, അത് കിട്ടുന്ന ഷുവറാണത്, ലീഗിന്റെ സീറ്റ് അത് ഉറപ്പാണ്, വേറെ ഒന്നും ചെയ്യേണ്ട, പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ. പിന്നെ CPM ഇപ്പോൾ കോഴിക്കോട് ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ CPM രക്ഷപ്പെട്ടു പോകാം. പക്ഷെ ഭരണം വേണമെങ്കിൽ കോട്ടയം വേണം, ഈ പറയുന്ന പത്തനംതിട്ട വേണം, കൊല്ലം വേണം, തിരുവനന്തപുരം വേണം. അപ്പോൾ അതിൽ തിരുവനന്തപുരവും കൊല്ലവും എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ നിഷ്പക്ഷ വോട്ടുകളിലാണ്, അല്ലാതെ ജാതി ഭൂരിപക്ഷ സമുദായമാണ് കൊല്ലത്തും പിന്നെ തിരുവനന്തപുരത്തുള്ളത്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളിൽ എസ്പെഷ്യലി ക്രിസ്ത്യൻ സമുദായത്തിന്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ എന്താണ് പ്രാക്ടിക്കൽ? ഇപ്പോൾ BJP ആണ് അവർക്ക് നേട്ടം തോന്നിയാൽ അനൂപ് ആന്റണി ഉണ്ട്, അനൂപ് ആന്റണി ഉണ്ട്, ജോർജ് കുര്യൻ സാറും ഉണ്ട്. അപ്പോൾ അനൂപ് ആന്റണിയും ജോർജ് കുര്യൻ സാറും വേണമെന്നുണ്ടെങ്കിൽ അവർ വോട്ട് മറിച്ചു കൊടുത്തോളും, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, അവർക്ക് കാര്യം നടന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാല എന്ന് പറയുന്നത് CPM അങ്ങനെ കൈ കഴുകാൻ പറ്റത്തില്ല. അല്ല, പാലയിൽ മിക്കവാറും ജോസ്മോൻ തന്നെ മത്സരിക്കും. CPMന്റെ പ്രസ്റ്റീജ് ആണ്. കാര്യം CPM ഒരു വേള ഇപ്പൊ റോഷി അഗസ്റ്റിന്റെ കാര്യം നമ്മൾ പറയേണ്ടി വരും. റോഷി അഗസ്റ്റിന്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലുള്ളത് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. ഈ ജോസ്മോനെ സംബന്ധിച്ച് 60 വയസ്സ് കഴിഞ്ഞു. ജോസ്മോന് ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുമ്പോൾ 60 ചെറുപ്പമാണ് ഇപ്പോഴും, 70-75 വയസ്സ് വരെയും ചെറുപ്പം തന്നെയല്ലോ. കാര്യം അവർക്ക് ഇത്തിരി മുടി കറുപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ജോസ്മോൻ നോക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ തൊട്ടടുത്തിപ്പുണ്ട്. അപ്പം ചെയർമാൻ എന്ന് പറയുന്ന പാർട്ടി പദവി ഒരിക്കലും കേരള കോൺഗ്രസിൽ ഒരു വലിയ കാര്യമല്ല, മന്ത്രിയാണ് അവർക്ക് വലുത്. മന്ത്രിയായി റോഷി അഗസ്റ്റിൻ നിൽക്കുമ്പോൾ ഞാൻ ഈ ചെയർമാൻ എന്ന് പറഞ്ഞ് ഉടുപ്പിട്ട എന്ത് കാര്യം അല്ലേ? അപ്പോൾ റോഷി അഗസ്റ്റിൻ എന്നെ വെട്ടിപ്പോകുമോ ഉറക്കമില്ല ജോസ്മോന്. സത്യം അതാണ്, എന്നെ വെട്ടിപ്പോകുന്ന വെച്ചാൽ രണ്ടാമനായ റോഷി അഗസ്റ്റിൻ മന്ത്രിയായി, ഞാനിപ്പോൾ വെറും ചെയർമാനായിരിക്കുന്നു. അപ്പോൾ ആ അങ്കലാപ്പുള്ളപ്പോൾ പിണറായി വിജയന്റെ സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു ഈ റോഷി അഗസ്റ്റിനെയും ജോസ് കെ മാണിയും വീണ്ടും മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? റോഷി മന്ത്രിയാവുക എന്നല്ല, ജോസ് കെ മാണി തോറ്റു പോവുകയാണെങ്കിൽ റോഷിക്കല്ലാതെ പിന്നെ എന്ത് ചാൻസ്? CPM ഭരണത്തിൽ നിന്ന് വരാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ഒരു സീനിയർ റിപ്പോർട്ടറെ യാദൃശ്യമായി കണ്ടു. അപ്പോൾ ഞാൻ പേര് പിന്നെ പറയാം, പേര് ഒഴിവാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ ഈ പോക്കിൽ എങ്ങനെ തോന്നുന്നു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഫീൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ കോൺഗ്രസിൻ്റെ ഐക്യം കുറച്ചുകൂടെ നല്ല രീതിയിൽ വരണം. കാര്യം ഇവർ നമുക്കങ്ങനെ വിശ്വസിക്കാക്കില്ല, ഇവർ അടവ് നയം പലപ്പോഴും മാറ്റുന്ന ആൾക്കാരാണ്, നമ്മളെ പറ്റിക്കാൻ ഭയങ്കര മിടുക്കുള്ളവരാണ്. ഇപ്പം രാഹുൽ പറഞ്ഞ പോലെ നോക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് ജനത്തിന് തോന്നുന്ന ഒരു നമ്പർ ഇവരിൽ നിന്ന് നമുക്ക് എപ്പോഴും വേണോ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് പാലയിൽ മാണി സി കാപ്പൻ വെല്ലുവിളിക്കുന്നത് CPM പുതിയൊരു ബോംബുമായിട്ട് ഇറങ്ങും. ഇപ്പം വെല്ലുവിളിക്കുന്നത് ജോസ് കെ മാണിയെ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് CPM-നോടാണ് മാണി സി കാപ്പൻ ചോദിക്കുന്നത്. അല്ലാതെ ജോസ് കെ മാണിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് വിരോധമില്ല, കേരള കോൺഗ്രസിലൂടെയൊക്കെ വന്ന ആൾ തന്നെ അദ്ദേഹം. അപ്പോൾ CPM ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോ റോഷി അഗസ്റ്റിനെ ഇദ്ദേഹം തമ്മിൽ അടിച്ച് തെറ്റിപ്പിച്ചിട്ട് പുതിയ രീതിയിൽ അവരുടെ സ്ഥിരം ഗെയിം, പിണറായി വിജയന്റെ സ്ഥിരം ഗെയിമാണോ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം.